Nepal, I offer my services to you if you ever need them. Up, up and up. Dale Steyn, ഒരുപക്ഷെ ക്രിക്കറ്റ് ലോകത്തിലെ തീയുണ്ട എന്നൊക്കെ വിളിക്കാൻ പെടുന്ന ടോപ്പ് 5 ബൗളേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗളർ. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഡെയിൽ സ്റ്റീൻ എന്ന് കേട്ടാൽ മുട്ടുവിറയ്ക്കും പല ബാറ്റർമാരുടെയും. ആ ഡെയിൽ സ്റ്റീൻ ആണ് കഴിഞ്ഞ ദിവസം എക്സിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. നേപ്പാൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ അത് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. എൻ്റെ സർവീസസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും തുറന്നു തരും എന്നുള്ളത്. നേപ്പാൾ ക്രിക്കറ്റ് ടീം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മത്സരം കണ്ട് എല്ലാവരും വായും തുറന്ന് നിന്നുപോയി. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ നേപ്പാൾ 4 റണ്ണിന് പരാജയപ്പെട്ടിരിക്കാം, പക്ഷെ നമ്മുടെയൊക്കെ കണ്ണിൽ നേപ്പാൾ ആ മത്സരം വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഹാരി ബ്രൂക്കൊക്കെ കിടന്ന് വിറയ്ക്കുന്നത് കണ്ടാൽ ഞാൻ പേടിച്ചു പോയി എന്നത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഒഫീഷ്യലി പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. 184 സ്കോർ ചെയ്ത ഇംഗ്ലണ്ടിന് മുന്നിലേക്ക് 180 റണ്ണടിച്ച് അവസാനത്തെ ഓവർ 10 റണ്ണ് മാത്രം നിൽക്കെ സാം കറന്റെ തുടുതുരായുള്ള യോർക്കർ കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം അല്ലായിരുന്നെങ്കിൽ നേപ്പാളും അവിടെ കൂടിയിരുന്ന 17,008 കാണികളും ആർത്തുല്ലസിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടേനെ. അത് ക്രിക്കറ്റിലെ മാന്ത്രികനായ ഡെയിൽ സ്റ്റീനും അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഡെയിൽ സ്റ്റീൻ. അതുകൊണ്ട് തന്നെയാണ് ഡെയിൽ സ്റ്റീൻ തന്റെ ഓഫർ മുന്നോട്ട് വെച്ചതൊന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേപ്പാളിനെ പോലെ ഒരു ക്രിക്കറ്റിംഗ് ടീം ഇത്രയും എക്സ്പോഷർ ഒന്നുമില്ലാത്ത, ഇത്രയും അധികം ഇന്റർനാഷണൽ മത്സരങ്ങളൊന്നും കളിക്കാതെ പലരും ജോലി ചെയ്യാണ് അവിടെ ജോലിയുടെ ഇടയിൽ ക്രിക്കറ്റ് പാർട്ട് ടൈം ആയിട്ടൊക്കെ വന്ന് കളിച്ച് USA പോലെ തന്നെയാണ്. USA ഇപ്പോൾ വിറപ്പിച്ചത് നമ്മൾ കണ്ടില്ലേ. ഇഫ് നോട്ട് സൂര്യകുമാർ യാദവ് അന്ന് കളിച്ചില്ലായിരുന്നു, ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ? ഇന്ത്യ വേഴ്സസ് USA മത്സരത്തിൽ എന്തൊക്കെ വീമ്പ് നമ്മൾ ഇളക്കിയിരുന്നു. 300 അടിക്കുമോ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞെടുത്തത് നേരെ പകുതിയിൽ ഒറ്റ വര വരച്ചു USA. അതും ഒരൊറ്റ ആൾ കാരണം സൂര്യകുമാർ യാദവ്. ഇഫ് സൂര്യകുമാർ യാദവ് കളിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ അവസ്ഥ ആലോചിച്ച് നോക്കുക. USA would have easily won. അതായത് ന്യൂസിലൻഡിനെതിരെ 4-1 സീരീസ് ജയിച്ച് വിജയശ്രീലാളിതരായി ഇവിടെ T20 ലോകകപ്പിലേക്ക് വന്ന് അവിടെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വാമപ്പ് മത്സരവും ജയിച്ച് അതിശക്തരെന്ന് വിളിക്കപ്പെടുന്ന ഇത്തവണത്തെ T20 ലോകകപ്പ് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്ന് സാക്ഷാൽ ഇന്ത്യൻ ടീം വിചാരിച്ച് നിൽക്കുന്നിടത്താണ് USA വിറപ്പിച്ച് വിട്ടത്. സോ ദിസ് വേൾഡ് കപ്പ് ഇസ് ഫോർ ദി അണ്ടർഡോഗ്സ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, USA പരാജയപ്പെട്ടേക്കാം, ബട്ട് ദേ ഗേവ് എ ഗ്രേറ്റ് ഫൈറ്റ്. അതുപോലെ തന്നെയാണ് നേപ്പാളിൻ്റെ കാര്യവും പറയേണ്ടിയിരിക്കുന്നത്. അവസാനം ലോകേഷ് ബാം വന്ന് വിജയിപ്പിക്കുമെന്ന് നേപ്പാൾ ആരാധകർ വിചാരിച്ചെങ്കിൽ പോലും സാം കറന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം, ഇംഗ്ലണ്ട് ടീമിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇംഗ്ലണ്ട് ജയിച്ചതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദി എക്സ്പീരിയൻസ്. നേപ്പാളിനെയും ഇംഗ്ലണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. ഇവിടെ ക്രിക്കറ്റ് കണ്ടുപിടിച്ചവർ, ഇന്റർനാഷണലി എത്രയോ മത്സരങ്ങൾ ഒരു വർഷം കളിക്കുന്നവർ, ഇവിടെ പാർട്ട് ടൈമായിട്ട് ക്രിക്കറ്റ് കളിച്ച് മറ്റ് ജോലികൾ ചെയ്യുന്ന നേപ്പാൾ ക്രിക്കറ്റ് ടീം ഒരു ഭാഗത്തുണ്ട്. ഇപ്പോൾ സന്ദീപ് ലാമിഷാമെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് IPL-ലേക്ക് കൂടി വന്നതിന് ശേഷമാണ്. നേപ്പാളിയൻ പ്ലെയർ IPL-ലേക്ക് വന്നതിന് ശേഷം നേപ്പാൾ ക്രിക്കറ്റിനെ തുറക്കുന്ന കാഴ്ച. ഐ ബെറ്റ് യു നേപ്പാൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഓളവും തുടർന്ന് അങ്ങോട്ടുള്ള ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നേപ്പാളിന് ലഭിക്കുകയാണെങ്കിൽ പല പ്ലെയേഴ്സും IPL-ലേക്ക് വരും. വിച്ച് ഇസ് എ ഗ്രേറ്റ് എക്സ്പോഷർ. ഉണ്ടാവണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ മത്സരങ്ങൾ ഉണ്ടാവണം, അവർക്ക് കൂടുതൽ എക്സ്പോഷേഴ്സ് കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ മത്സരം അങ്ങനെ ആയിരുന്നേ. റിവേഴ്സ് ഹിറ്റിൽ 6 അടിക്കുക, സ്വിച്ച് ഹിറ്റിൽ 6 അടിക്കുക, അടിക്കുന്ന 6 ഒക്കെ 90-95 മീറ്റേഴ്സ് ക്ലീൻ സ്ട്രൈക്ക് പോകുക. അതും അടിക്കുന്നത് ആരെയൊക്കെയാണ്? ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗളേഴ്സിനാണ്. ജോഫ്രെ ആർച്ചറിനെയൊക്കെ തലങ്ങും വിലങ്ങുമാണ് അടിച്ചത്. ഇതൊക്കെ കാണുമ്പോഴാണ് ആ ക്രിക്കറ്റ് ടീമിനെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നിപ്പോകുന്നത്. ആൻഡ് ഡെയിൽ സ്റ്റീൻ ഡിസേർവ്സ് ആൻ അപ്ലോസ്. ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ, എക്സിൽ ഒരു ട്വീറ്റ് ഇടാൻ, ഇങ്ങനെ പുറത്ത് പറയാൻ, ഹി റിയലി ഡിസേർവ്സ് ആൻ അപ്ലോസ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഒരു ആസ് എ ക്രിക്കറ്റ് പ്ലെയർ വെൻ എ ടീം ഇസ് പെർഫോമിംഗ് വെൽ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ പോയി സഹായിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഡെയിൽ സ്റ്റീനെ പോലുള്ളവർ ചിന്തിക്കുന്നു. ഈ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗും രവിചന്ദ്രൻ അശ്വിനും വായും തുറന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു നേപ്പാളിൻ്റെ കളി കണ്ടിട്ട്. വെറും 4 റൺസിനാണ് പരാജയപ്പെട്ട. കളി നേപ്പാളിൻ്റെ കയ്യിലിരുന്നതാണ്. കാരണം അവസാനത്തെ 3 ഓവറുകളിലൊക്കെ 39 റണ്ണിന് മേളിൽ വേണ്ടെങ്കിൽ പോലും ലാസ്റ്റ് 2 ഓവറിൽ അവരുടെ ഇക്വേഷൻ കുറച്ച് 10 ആക്കി. വിച്ച് ഇസ് നോട്ട് എൻ ഈസി ഡീൽ. അതവർ ഗംഭീരമായിട്ട് ചെയ്തു. അതും കളിച്ചത് ആർക്കെതിരെയാണ്? ഇംഗ്ലണ്ടിനെതിരെ. സാക്ഷാൽ ഇംഗ്ലണ്ട് ടീമിനെതിരെയാണ് അവർ കളിച്ചത്. എന്നിട്ടാണ് ഈ വെറും നാരോ മാർജിൻ, വെറും 180
4-നെ 180 കൊണ്ട് അവർക്ക് തടുക്കാൻ സാധിച്ചത്, വിച്ച് ഇസ് എ ഗ്രേറ്റ് ടാസ്ക്. ആൻഡ് ഈ T20 ലോകകപ്പ് തന്നെ അണ്ടർഡോഗ്സ് പെർഫോം ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് വലിയൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇറ്റലി കളിക്കുന്നതായിക്കോട്ടെ, സ്കോട്ട്ലൻഡ് കളിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ USA, നേപ്പാൾ, ഇവരൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ആൻഡ് വെൻ ദേ പെർഫോം ഓൺ ബിഗ് ടൂർണമെൻറ്റ്സ് അത് വേറെ രസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് പോലും അവർ അംഗീകരിക്കും, മാനസികമായി അവർ പരാജയപ്പെട്ടു. ഇപ്പോൾ വിക്ടറി, ജയം തോൽവിയൊക്കെ മാറും, പക്ഷേ മാനസികമായി ഇംഗ്ലണ്ട് ടീം പരാജയപ്പെട്ടു എന്നുള്ളത് അവർക്കറിയാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നന്ദൻ എന്ന നേപ്പാൾ ബൗളർ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ സമയത്ത് പോലും പറഞ്ഞിരുന്ന കാര്യം, ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന കാണികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത്. അവിടെ ചുറ്റും കൂടിയിരുന്ന എല്ലാം മിക്കവരും നേപ്പാൾ ആരാധകരാണ്. അവർ കാഠ്മണ്ഡുവിൽ നിന്നൊക്കെ വന്ന് കളി കാണാൻ വേണ്ടിയിട്ട് അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയവരാണ് ആ 18,000-ഓളം വരുന്ന കാണികൾ. അവരെല്ലാവരും ചുറ്റും കൂടിയിരുന്നവരെ പോലും താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് നേപ്പാൾ ടീം അവരോട് പറഞ്ഞത്. പക്ഷേ അവരുടെ ടിക്കറ്റ്സ് വേർത്തായിരുന്നു. തോറ്റ് കാണും, പരാജയപ്പെട്ട് കാണും, പക്ഷേ ഈ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെ അവർ കൊന്നിട്ടില്ല. ഇംഗ്ലണ്ടിനെ നേപ്പാളാണ് കൊന്നത്. അത് നിങ്ങൾ ആ മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഓർ ജസ്റ്റ് ടേക്ക് ദ ഹൈലൈറ്റ്സ്. നേപ്പാൾ എന്തുമാത്രം ഡോമിനൻ്റ് ആയിട്ടാണ് ആ കളി ഉടനീളം കൊണ്ടുപോയത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് നോട്ട് ദ ലാസ്റ്റ് ഓവർ ബൗൾ ബൈ സാം കറൻ, ഉറപ്പായിട്ടും നേപ്പാൾ ആ മത്സരം ജയിച്ചതിനെ തൂക്കിയടിച്ചതിനെ, ചരിത്രമായതിനെ. എന്തായാലും നേപ്പാളിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. തുടർന്നുള്ള ഈ T20 ലോകകപ്പിലും ഗംഭീരമായിട്ട് കളിക്കാൻ സാധിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.